നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ സന്ദർശിക്കുകയും ഇറാൻ ഭരണാധികാരിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയുമായി മികച്ച ബന്ധമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സൈനിക മേധാവിയും ഇന്ത്യയിൽ വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതിനിടെയാണ് ഇറാൻ പാകിസ്ഥാനുള്ളിൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. കുൽഭൂഷൺ യാദവിനെ ഇറാൻ അതിർത്തിയിൽ നിന്ന് പിടികൂടി പാകിസ്ഥാൻ സൈന്യത്തെ ഏൽപ്പിച്ച ഭീകരവാദ ഗ്രൂപ്പാണ് ഇന്ന് ഇറാന്റെ കയ്യിൽ നിന്ന് തിരിച്ചടി നേരിട്ട ഗ്രൂപ്പ്. പാകിസ്ഥാനിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തെ അപലപിച്ച പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഭീകരവാദ സംഘടനയായ ജെയ്ഷ് അൽ അദ്ലിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിയമവിരുദ്ധ നടപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ അവരുടെ വിശദീകരണത്തെ തള്ളുകയും ചെയ്തു. 2 നിരപരാധികളായ കുട്ടികളുടെ മരണത്തിനും 3 പെൺകുട്ടികൾക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായ പ്രകോപനമില്ലാതെ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുന്നുവെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുംതാസ് സഹ്റ ബലൂച്ച് പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പാകിസ്ഥാനിലെ ഒരു ഭീകരവാദ സംഘടനയുടെ താവളങ്ങൾ ലക്ഷ്യമിട്ടതായും അതിന്റെ ആസ്ഥാനം തകർത്തതായുമാണ് ഇറാനിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ അവകാശപ്പെടുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ പരമാധികാരത്തിന്മേലുള്ള ഈ കടന്നുകയറ്റം പൂർണ്ണമായും അംഗീകരിക്കാനാവില്ലെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ചൂണ്ടിക്കാട്ടി. ഇരു രാജ്യങ്ങളും തമ്മിൽ ആശയവിനിമയ മാർഗങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ നിയമലംഘനം അംഗീകരിക്കാനാകില്ല. ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ ശക്തമായ പ്രതിഷേധം ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തെ ഇതിനോടകം അറിയിച്ചതായും പാക് വക്താവ് പറഞ്ഞു. അതേസമയം മറ്റൊരു കൗതുകകരമായ സംഭവം ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനമാണ് ആ പ്രദേശത്ത് പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നത് എന്നതും. ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനം ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞില്ല എന്നതുമാണ്. വ്യോമപ്രതിരോധ സംവിധാനത്തിന് പുറമെ ചൈനീസ് റഡാറുകളും പാകിസ്ഥാൻ വിന്യസിച്ചിട്ടുണ്ട്. അതൊന്നും ഇറാന്റെ നീക്കത്തെ തടഞ്ഞില്ല എന്നത് വീണ്ടും ചൈനീസ് ആയുധങ്ങൾ അങ്ങനെ പാകിസ്ഥാനിൽ പഴി കേൾക്കും. ചൈനീസ് ആയുധ സംവിധാനം കോമഡിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.